അവർ പ്രാക്ടീസ് ചെയ്തിരിക്കവേ ഒട്ടും പ്രതീക്ഷിക്കാതെ അവന്തിക അവിടേക്ക് വന്നു. ഹായ് ചേച്ചി. ആതിരയെ കണ്ട അവന്തിക അവളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. എന്താ റിഹേഴ്സലൊക്കെ? എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? അവന്തിക ചോദിച്ചു. ഉണ്ട്, അടുത്ത മാസം നമ്മുടെ കോളേജ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട്, അതിൻ്റെ റിഹേഴ്സലായി നടക്കുന്നേ, ആതിര പറഞ്ഞു. അഭി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന്തികയെ കണ്ട സന്തോഷത്തിലായിരുന്നു അഭി. അവന്തികയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട ആതിര അവന്തികയ്ക്ക് അഭിയെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അവള് അഭിയെ തൻ്റെ അരികിലേക്ക് വിളിപ്പിച്ചു. പെട്ടെന്ന് ആതിര തന്നെ അവരുടെ അടുത്തേക്ക് വിളിച്ചത് കണ്ട അഭി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അഭി, ഇങ്ങ് വന്നേ നീ. ആതിര വീണ്ടും അഭിയെ വിളിച്ചു. അവന്തിക അവനെ നോക്കി. ഇനി അവരുടെ അടുത്ത് ചെന്നില്ലെങ്കിൽ മോശമാകും എന്ന് മനസ്സിലാക്കിയ അഭി അവരുടെ അടുത്തേക്ക് ചെന്നു. ആതിര തുടർന്നു. അവന്തിക, ഇത് അഭിനന്ദ്. ഞങ്ങൾ അഭി എന്ന് വിളിക്കും. ഇവൻ നമ്മുടെ മ്യൂസിക് സ്റ്റുഡിയോയിലുള്ളതാ. എൻ്റെ കൂടെ മോർണിംഗ് ബാച്ചിലാണ്. ഇവൻ വയലിനിസ്റ്റാണ്. അവന്തിക അഭിയുടെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഹായ്, ഞാൻ അവന്തിക. ഞാനും നിങ്ങളുടെ മ്യൂസിക് സ്റ്റുഡിയോയിൽ തന്നെയാ, പക്ഷേ ഈവനിങ് ബാച്ചിലാണ്. അവന്തിക കൈകൾ നീട്ടിയത് കണ്ട അഭി എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ഇത് കണ്ട ആതിര അഭിക്കൊരു നുള്ളു കൊടുത്തു. അഭി ആതിരയെ ഒന്ന് നോക്കി. അവൾ തൻ്റെ കണ്ണുകൾ കൊണ്ട് അവന്തികയ്ക്ക് കൈകൾ നൽകാൻ അഭിയോട് ആവശ്യപ്പെട്ടു. അഭി പെട്ടെന്ന് അവന്തികയ്ക്ക് കൈകൾ നൽകി. അവന് വളരെയധികം സന്തോഷമായി. കാരണം അവന്തികയോട് എങ്ങനെയാണ് ഒന്ന് സംസാരിക്കുന്നത് എന്നറിയാതെ വീർപ്പുമുട്ടി നിൽക്കുകയായിരുന്നു അഭി. ഇതാ ഇപ്പോൾ അവൾ തന്നെ തൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അവൻ ഒട്ടും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. അഭി അവന്തികയെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. ഇത് കണ്ട ആതിരയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നു. അവന്തിക തൻ്റെ അടുത്തിരിക്കുന്ന പിയാനോയിൽ മെല്ലെ വിരലുകൾ ഓടിച്ചു. അവന്തികയെ മാത്രം നോക്കി നിൽക്കുന്നത് കണ്ട അഭിയെ ഒന്ന് തട്ടി വിളിച്ചുകൊണ്ട് ആതിര പറഞ്ഞു. അഭി, അവന്തിക ഒരു പിയാനിസ്റ്റാണ്. അവൻ ഒരു ഞെട്ടലോടെ പറഞ്ഞു. ഓ അതെയോ? അവന്തിക ചിരിച്ചു. ചേച്ചി, ഞാനൊന്ന്... അവന്തികയുടെ ആഗ്രഹം മനസ്സിലായ ആതിര രഞ്ജിത്തിനോട് ചോദിക്കാൻ പോയപ്പോൾ അഭി ചാടിക്കയറി പറഞ്ഞു. അവന്തികയ്ക്ക് എന്താ, പിയാനോ വായിക്കണോ? ഞാനിപ്പോൾ സെറ്റാക്കാം. രഞ്ജിത്തെ, അവന്തിക നമ്മുടെ കുട്ടിയാ. അവൾക്ക് പിയാനോ ഒന്ന് വായിക്കണമെന്നുണ്ട്. നിനക്ക് ഓക്കെ അല്ലേ? അഭി രഞ്ജിത്തിനോട് കണ്ണുകൾ കൊണ്ട് അവന് സമ്മതമാണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ രഞ്ജിത്ത് തനിക്ക് സമ്മതമാണെന്ന് അറിയിച്ചു. അവന്തിക, യു ക്യാരി ഓൺ. അഭി പറയുന്നത് കേട്ട ആതിര അവനെ ഒന്ന് നോക്കി കളിയാക്കി ചിരിച്ചു. അവന്തിക തൻ്റെ കൈവിരലുകൾ കൊണ്ട് മനോഹരമായി പിയാനോ വായിച്ചു. അഭി അവളുടെ സംഗീതത്തിൽ അലിഞ്ഞു പോകുന്നത് പോലെ തോന്നി. അവളിലേക്ക് അവൻ വീണ്ടും അടുക്കാൻ തുടങ്ങി. അവന്തിക പിയാനോ വായിച്ചു കഴിഞ്ഞതും എല്ലാവരും അവളെ അഭിനന്ദിച്ചു. അഭി അവളോട് പറഞ്ഞു. എത്ര മനോഹരമായാണ് നീ ഈ പിയാനോ വായിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടേക്ക് മനുവും വൈശാഖും എത്തിയിരുന്നു. മനു അഭിയെ അരികിലേക്ക് വിളിപ്പിച്ചു. അളിയ, ഇതാ പറ്റിയ ചാൻസ്. നീ പോയി പറയടാ. അതൊന്നും ശരിയാവില്ല. അവളിപ്പോൾ എന്നെ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇത് പറഞ്ഞാൽ അവൾക്ക് എന്ത് തോന്നും? അഭി പറഞ്ഞു. ഒരു തേങ്ങയുമില്ല, നീ പോയി പറയടാ. വൈശാഖ് അഭിയെ അവളുടെ അരികിലേക്ക് തള്ളിവിട്ടു. അഭിക്ക് എങ്ങനെ അവളോട് പറയണം എന്നറിയാതെ നിന്നപ്പോഴാണ് അവനൊരാശയം തോന്നിയത്. അവൻ അവന്തികയുടെ അരികിലേക്ക് ചെന്നു. അഭി തൻ്റെ വയലിൻ എടുത്ത് വായിക്കാൻ തുടങ്ങി. അവന്തിക അവനെ തന്നെ നോക്കി നിന്നു. വയലിൻ വായിക്കുന്നതിനിടയിൽ അഭി അവന്തികയോട് പിയാനോ വായിക്കാൻ ആവശ്യപ്പെട്ടു. അവന്തിക മറ്റൊന്നും ആലോചിക്കാതെ പിയാനോ വായിക്കാൻ തുടങ്ങി. എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സംഗീതത്തിൽ അവർ രണ്ടുപേരും മുഴുകിയിരുന്നു. അങ്ങനെ വയലിൻ വായിച്ചു തീർന്നതും അഭി അവന്തികയുടെ അരികിൽ വന്ന് നിന്നു. അവന്തിക അഭിയെ പ്രശംസിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവൻ അവളുടെ കണ്ണുകളിൽ മാത്രമായിരുന്നു ശ്രദ്ധിച്ചത്. അവന്തിക പറയുന്നതൊന്നും അഭി കേട്ടിരുന്നില്ല. അവൻ അവളെ മാത്രം നോക്കി നിന്നു. പച്ച നിറത്തിലുള്ള ഉടുപ്പിൽ അവൾ വളരെ സുന്ദരിയായിരുന്നു. അവളുടെ മനോഹരമായ കണ്ണുകൾ അവനെ മാടി വിളിക്കുന്നതായി അവന് തോന്നി. അവളുടെ ചുണ്ടുകളും അവളുടെ ചിരിയും അഭിയെ കൂടുതൽ ആകർഷിച്ചു. പരിസരം മറന്നുപോയ അഭി മറ്റൊന്നും നോക്കാതെ പെട്ടെന്ന് അവന്തികയെ കടന്നു പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. അവന്തിക ഒരു നിമിഷം നിശബ്ദയായി. ആദ്യമായാണ് ഒരു പുരുഷൻ തന്നെ ഇങ്ങനെ കടന്നു പിടിക്കുന്നത്. അവൾ ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു.
ഇത് കാണുന്ന എല്ലാവരും അതിശയത്തോടെ നോക്കി നിന്നു. അഭി ഇങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. തന്നെ നോക്കി നിൽക്കുന്ന അവന്തികയോട് അഭി പറഞ്ഞു, അവന്തിക, നിന്നെ ആദ്യമായി കണ്ട നാൾ മുതൽ എനിക്ക് നിന്നോടൊരു പ്രത്യേകതരം ഫീലിങ്സ് ഉണ്ടായിരുന്നു. മറ്റാരോടും ഇതുവരെ തോന്നാത്ത എന്തോ ഒന്ന് പതിയെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഇത് കേട്ടതും അവന്തിക ഒരു ഞെട്ടലോടെ അഭിയെ തുറിച്ചു നോക്കി. അഭി തുടർന്നു, കുറച്ചു നാളായി ഇത് നിന്നോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് അതിന് പറ്റിയിരുന്നില്ല. ഇപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി. അവന്തിക, ഐ ലവ് യു.